ഹലോ എവ്രി വൺ, എൻക്ലെക്സ് ആർഎൻ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ ഉൾപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ റിവ്യൂവുമായിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മെഡിസിനാണ് മോർഫിൻ സൾഫേറ്റ്. ഇതിന് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി സൈഡ് ഇഫക്ട്സും ഒക്കെ ഉള്ള ഒരു മെഡിസിനാണ്. അപ്പോൾ നമ്മൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ കൂടെയാണ്. അപ്പം ഇതിന് അത്ര പരിചയമില്ലാത്തവർ തീർച്ചയായിട്ടും ഈ മോർഫിൻ സൾഫേറ്റിനെ പറ്റി വായിക്കണം. ഇത് നമ്മളുടെ ഒപ്പിയോയിഡ് അനാൾജസിക്സിനകത്ത് പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ്. ഇതിൻ്റെ ആൻറ്റിഡോട്ടും കാര്യങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എനിവേ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് മറക്കാതെ നിങ്ങൾ വായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്തൊക്കെ ഇടുക. ഓക്കെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട മെഡിസിൻസ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കഷനുമായിട്ട് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ കുറച്ച് ശ്രദ്ധയോടെയൊക്കെ ഒന്ന് കേൾക്കുകയും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെയൊക്കെ ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ക്ലയന്റ് വിത്ത് എ ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ ഈസ് റിസീവിംഗ് മോർഫിൻ സൾഫേറ്റ് ഫോർ പെയിൻ. The nurse should employ which priority action in the care of the client. അപ്പം നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഈവൻ്റ് ഉണ്ട്. അതാണ് ഈ ആദ്യത്തെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇതിന് ഇവൻ്റ് ആണ്, അല്ലെങ്കിൽ അവിടുത്തെ കോണ്ടെക്സ്റ്റ് ആണ്. പിന്നെ സെക്കൻഡ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പാർട്ടാണ്. പിന്നെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ പേഷ്യൻ്റ് ഓൾറെഡി ക്യാൻസർ ഡയഗ്നോസിസ് ഉള്ള പേഷ്യൻ്റ് ആണ്. പേഷ്യൻ്റ് മോർഫിൻ സൾഫേറ്റ് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആണ്. ഈ പേഷ്യൻറ്റിനെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രയോറിറ്റി ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമുക്കറിയാം. ഞാൻ മുമ്പ് 2-3 വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ 3 തരത്തിലാണ് നമ്മൾ പ്രയോറിറ്റൈസേഷൻ പഠിച്ചത്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് 3 തരത്തിലാണ്. ഒന്ന് നമ്മളുടെ ABC, എയർവേ ബ്രീതിങ് സർക്കുലേഷൻ. അത് നമ്മളുടെ DEF അങ്ങനെ പല തലത്തിലേക്ക് ഉണ്ട്. അത് നിങ്ങളൊന്ന് കാണുക. പിന്നെ അതുകൂടാതെ നമ്മളുടെ നഴ്സിംഗ് പ്രോസസ്സ്, അസസ്മെൻറ്റ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ, ആ ഓർഡറിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. പിന്നെ മൂന്നാമത് നമ്മൾ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് അനുസരിച്ച് ഫിസിയോളജിക്കൽ നീഡ്സ്, നീഡ് ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്, സെൽഫ് എസ്റ്റീം, ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓപ്ഷൻസ് വായിച്ചാലാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് മോണിറ്റേഴ്സ് സ്റ്റൂൾസ്. ഇതൊരു ഫിസിയോളജിക്കൽ നീഡാണ്. പിന്നെ എൻകറേജസ് ഫ്ലൂയിഡ് ഇൻടേക്ക്, വീണ്ടും ഒരു ഫിസിയോളജിക്കൽ നീഡാണ്. മോണിറ്റേഴ്സ് യൂറിൻ ഔട്ട്പുട്ട്, ഫിസിയോളജിക്കൽ നീഡാണ്. എൻകറേജസ് ദ ക്ലയന്റ് ടു കോഫ് ആൻഡ് ബ്രീത്ത് ഡീപ്ലി. ഇത് 4 ഫിസിയോളജിക്കൽ നീഡ്സ് തന്നെയാണ്, ബോഡിലി നീഡ്സ് ആണ്. അപ്പോൾ അതിനകത്ത് സേഫ്റ്റി, സെക്യൂരിറ്റി, അല്ലെങ്കിൽ ലവ് ആൻഡ് ബിലോങ്ങിങ് അങ്ങനെ ആ ഒരു തലത്തിലേക്കോ, അല്ലെങ്കിൽ അസസ്മെൻറ്റ്, പ്ലാനിങ് അങ്ങനെ അതിലേക്ക് പോകുന്നില്ല. കാരണം ഇവിടെ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് എന്താണ് നമ്മളുടെ ആക്ഷൻ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻ്റർവെൻഷൻ ആൻസർ തന്നെയാണ്. ഓപ്ഷൻസ് എല്ലാം തന്നെ ഇൻ്റർവെൻഷൻ ആണ് താനും. അപ്പോൾ പിന്നെ നമ്മളുടെ നഴ്സിംഗ് പ്രോസസ്സിലേക്കോ അല്ലെങ്കിൽ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സിലേക്കോ പോകണ്ട. നമ്മളുടെ ABC ഓർഡർ അനുസരിച്ച് തന്നെ നമുക്കിതിന് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ മോണിറ്റർ സ്റ്റൂൾസ് എന്ന് പറയുന്നത് എലിമിനേഷനകത്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ തിയറിറ്റിക്കലി ചിന്തിച്ചാൽ, കുറച്ച് ഇൻഡെപ്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ സ്റ്റൂള്
ഈ മോർഫിൻ സൾഫേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ സ്റ്റൂളിന് എന്തെങ്കിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം ഈ മോർഫിൻ സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു CNS സപ്രസൻ്റ് ആണ്, അതുപോലെ റെസ്പിറേറ്ററി ഡിപ്രസൻ്റ് ആണ്. അത് മാത്രമല്ല ഇത് നമ്മുടെ GIT, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട്, എലിമെൻ്ററി ട്രാക്റ്റിനെയൊക്കെ കുറച്ച് സപ്രസ് ചെയ്യുന്നു, മസിൽസ് ഒക്കെ കുറച്ച് റിലാക്സ്ഡ് ആകുന്നു. അങ്ങനെ അപ്പോൾ അങ്ങനെ മസിൽസ് റിലാക്സ്ഡ് ആകുമ്പോഴത്തേക്കും കുറച്ച് കോൺസ്റ്റിപ്പേഷൻ സാധ്യതകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മോണിറ്റർ സ്റ്റൂൾസ് എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആൻസർ ആണ്. അത് നമ്മളുടെ എലിമിനേഷനകത്ത് വരുന്ന ഒരു ആൻസർ ആണ്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. രണ്ടാമത് എൻകറേജസ് ഫ്ലൂയിഡ് ഇൻടേക്ക്. ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടുക, എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഓറൽ ഫ്ലൂയിഡ് ഇൻടേക്കിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. കാരണം അതാണ് നമ്മൾ പേഷ്യൻറ്റിനെ എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് കൂടുതൽ കുടിക്കാൻ നമ്മൾ എൻകറേജ് ചെയ്യുക. ഇവിടെ കോൺസ്റ്റിപ്പേഷന് സാധ്യതയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ എൻകറേജ് ഫ്ലൂയിഡ് ഇൻടേക്കും ഒരു പോസിബിൾ ആൻസർ തന്നെയാണ്. അത് വീണ്ടും നമ്മളുടെ ഡയറ്റ് അല്ലേ, വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഡയറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതും ഇവിടെ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി മോണിറ്റേഴ്സ് ദ യൂറിൻ ഔട്ട്പുട്ട്. യൂറിൻ ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് വീണ്ടും എലിമിനേഷൻ്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ തിയററ്റിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ യൂറിൻ ഔട്ട്പുട്ടിനെ മോർഫിൻ സൾഫേറ്റ് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി പിന്നെ വെള്ളം കൂടുതലൊക്കെ കുടിച്ചാൽ കുറച്ച് യൂറിൻ ഔട്ട്പുട്ട് കൂടുതലായിട്ട് വന്നേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് എലിമിനേഷനകത്ത് വരുന്ന ഒരു പോസിബിലിറ്റിയാണ്. ഇനി നാലാമത്തെ ഓപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ എൻകറേജസ് ദ ക്ലയന്റ് ടു കോഫ് ആൻഡ് ബ്രീത്ത് ഡീപ്ലി എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ കോഫ് ആൻഡ് ഡീപ് ബ്രീതിങ്. ഓക്കെ, ഇത് എവിടെ വരുന്നതാണ്? നമ്മളുടെ ബ്രീതിങ്ങിനകത്ത് വരുന്നതാണ്. ഞാൻ ആദ്യമേ മോർഫിൻ സൾഫേറ്റിനെ പറ്റി പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് CNS ഡിപ്രസൻ്റ് ആണ്, സപ്രസൻ്റ് ആണ്, റെസ്പിറേറ്ററി സപ്രസൻ്റ് ആണ്. ഈ മോർഫിൻ സൾഫേറ്റ് എടുക്കുന്ന പേഷ്യൻസിൽ ഈ നമ്മളുടെ റെസ്പിറേറ്ററി റേറ്റും അതിൻ്റെ വോളിയവും ഒക്കെ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻസിനോട് നമ്മൾ കോഫ് ആൻഡ് ഡീപ് ബ്രീത്ത് ഒക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും അപ്പോൾ ഇതും ഒരു പോസിബിൾ ആൻസർ ആണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഈ 4 ഓപ്ഷൻസും നമുക്ക് ഒരു പോസിബിൾ എന്ന രീതിയിൽ എടുക്കാം. പ്രത്യേകിച്ച് ഈ ഡീപ് ബ്രീത്ത് ഇത് എടുക്കാം, അതുപോലെ മോണിറ്റർ സ്റ്റൂൾസ് എടുക്കാം, അതുപോലെ ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ആൻസർ ആണ്. പിന്നെ ഒരു ശകലം ഇത് കുറവുള്ളത് മോണിറ്റർ യൂറിൻ ഔട്ട്പുട്ട്. ഇത് കിഡ്നിയുമായിട്ട് ഒന്നും വലിയ ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് യൂറിൻ ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് മാത്രം. എന്നാലും നമുക്കിത് മൂന്നും ഒരു പോസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. പക്ഷെ അവിടെ പ്രയോറിറ്റിയിൽ വരുമ്പോൾ ഏതാണ് പ്രയോറിറ്റി? നമ്മളുടെ എയർവേ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഉള്ളത് ഈ ബ്രീതിങ് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം നമുക്ക് തിയറി, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള വലിയ തിയറി ഒന്നും അറിയത്തില്ലെങ്കിൽ നമ്മൾ ഈ 4 ഓപ്ഷൻ നോക്കുമ്പോൾ ഇതാണ് ബ്രീതിങ്. ഓക്കെ, നമ്മളുടെ എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ അത് ഓർക്കുക. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ആൻസറിലേക്ക് വരാം. ഇനി അതെല്ലാം നമുക്ക് അത്യാവശ്യം ബേസിക് തിയറി ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സ്റ്റൂള് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ വീണ്ടും തിരിച്ച് നമ്മളുടെ പ്രയോറിറ്റിയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്തു വേണ്ട കാര്യം എന്ന് പറയുന്നത് എൻകറേജ് ദ ക്ലയന്റ് ടു കോഫ് ആൻഡ് ബ്രീത്ത് ഡീപ്ലി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യുന്നത് എങ്ങനെ എന്ന് നമ്മൾ പഠിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ടേക്കിംഗ് സ്കില്ലാണ്. അത് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ തിയറിയിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിവുണ്ടായിരിക്കണം. അപ്പോൾ തിയറി പഠിക്കുന്ന ഒപ്പം തന്നെ ഈ ടെസ്റ്റ് ടേക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വീണ്ടും ഞാൻ ഇതുപോലുള്ള വീഡിയോസ്, നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റു വീഡിയോസും കൊണ്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് മനസ്സിലായി അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത് ചെയ്യുന്നതായിരിക്കും. Okay, thank you for watching.